കോഴിക്കോട് നാദാപുരം മുടവന്തേരിയിൽ പടക്കം പൊട്ടിക്കുന്നതിനിടെ തീ പടർന്ന് ജീപ്പ് കത്തിനശിച്ചു. ചെറിയ പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി പടക്കം പൊട്ടിക്കുന്നതിനിടെയായിരുന്നു ഈ അപകടമുണ്ടായത്. ജീപ്പിൽ സൂക്ഷിച്ചിരുന്ന പടക്കശേഖരത്തിലേക്ക് തീ പടർന്നതിന് പിന്നാലെ ജീപ്പ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് LDF രംഗത്തെത്തി. സാനിയോ മനോമി നൽകും വിശദാംശങ്ങൾ. സാനിയോ, ഈ അപകടം സംബന്ധിച്ച് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇതൊരു ഏത് രീതിയിലാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്? ഒപ്പം തന്നെ എന്താണ് LDF ഇങ്ങനൊരു ആരോപണവുമായി ഇങ്ങനൊരു അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുന്നത്? ഇന്ന് പുലർച്ചെയോടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. അതായത് പോലീസ് ഈ അപകടത്തെക്കുറിച്ച് പറയുന്നത് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്ന യുവാക്കൾ പടക്കം പൊട്ടിക്കുന്നതിനിടെ അതിൽ നിന്ന് തീപ്പൊരി തെറിച്ച് ജീപ്പിലേക്ക് വീഴുകയായിരുന്നു. ജീപ്പിൽ സൂക്ഷിച്ചിരുന്ന പടക്കശേഖരത്തിന് തീപിടിച്ചാണ് ജീപ്പ് പൂർണ്ണമായ തോതിൽ കത്തി നശിച്ചത് എന്നാണ്. ഇന്ന് നാദാപുരം മുടവന്തേരിയിലെ ആവടിമുക്കിന് സമീപത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ LDF ഈ കാര്യം പോലീസ് കാര്യക്ഷമമായി അന്വേഷിക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം ആവടിമുക്ക് എന്ന് പറയുന്നത് ഈ UDFന്റെ ഒരു കേന്ദ്രമാണെന്നാണ് LDF ആരോപിക്കുന്നത്. ആ പ്രദേശത്ത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള സംഘർഷങ്ങൾക്കും മറ്റും കോപ്പുകൂട്ടുന്നതിന്റെ ഭാഗമായി ഉണ്ടായ ഒരു സ്ഫോടനം തന്നെയാണിത് എന്ന ആരോപണത്തിലാണ് LDF ഉള്ളത്. സ്ഫോടനത്തിന് മുമ്പ് നാദാപുരം പെരിങ്ങത്തൂർ റോഡിൽ എയർപോർട്ട് റോഡിൽ ആവടിമുക്കിൽ വെച്ച് വാഹനങ്ങൾ തടസ്സപ്പെടുത്തി പ്രകോപനം സൃഷ്ടിച്ചിരുന്നു UDF പ്രവർത്തകർ എന്നും LDF പ്രവർത്തകർ പറയുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു പൊട്ടിത്തെറി നടന്നതെന്നും ആരോപിക്കുന്നു. ഏതായാലും പോലീസ് ഇക്കാര്യം ഒരു പടക്ക സ്ഫോടനമായാണ് ഇപ്പോൾ കാണുന്നത്. എന്നാൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് LDFന്റെ ഇക്കാര്യത്തിലുള്ള ആവശ്യം എന്ന് പറയുന്നത്. സാനിയോ മനോമിയാണ് വിശദാംശങ്ങൾ നൽകിയത്.